പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കനത്തു നിൽക്കുന്നതിനിടെ ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേലിൽ അരങ്ങേറിയത്. ഇസ്രയേലിന്റെ അതീവ സുരക്ഷാ മേഖലയായ നെഗേവ് മരുഭൂമിയിലെ ഡിമോണ ആണവ നിലയത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കാട്ടുതീ പോലെ പടർന്നു. ഇറാനിൽ നിന്ന് തൊടുത്ത മിസൈലുകൾ ഇസ്രയേലിന്റെ പ്രതിരോധ വ്യൂഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്ത വന്നതോടെ രാജ്യം ഭീതിയുടെ നിഴലിലായി. നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രയേലിന്റെ സൈനിക വിന്യാസത്തിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇസ്രയേലിന്റെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിൽ നിന്ന് തൊടുത്ത മിസൈലുകളെ തിരിച്ചറിഞ്ഞു എന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. നെഗേവ് മേഖലയെ ലക്ഷ്യമിട്ടാണ് ഈ മിസൈലുകൾ വരുന്നത് എന്ന സൂചന ലഭിച്ചതോടെ ഡിമോണയിലെ ആണവ കേന്ദ്രത്തിനു ചുറ്റും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ആണവ കേന്ദ്രങ്ങളിലൊന്നായി കരുതപ്പെടുന്ന ഡിമോണയ്ക്ക് നേരെയുള്ള ഏതൊരു നീക്കവും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണ്. ഈ മേഖലയിൽ അപായ സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. സംഭവത്തിന് പിന്നാലെ വടക്കൻ മേഖലയിലെ മെത്തുലയ്ക്ക് സമീപം ഇസ്രയേൽ സേന ഇന്റർസെപ്റ്റർ മിസൈലുകൾ തൊടുത്തുവിട്ടതും സംഘർഷാവസ്ഥയുടെ ആക്കം കൂട്ടി. ആകാശത്ത് മിസൈലുകൾ വെളിച്ചം ചിതറിക്കുന്നത് കണ്ടതോടെ ഇറാൻ തങ്ങളെ നേരിട്ട് ആക്രമിച്ചു തുടങ്ങിയെന്ന് പലരും ഉറപ്പിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്ക രൂപപ്പെട്ടു. ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഒരു മഹാമാരിയിലേക്ക് ലോകം നീങ്ങുകയാണോ എന്ന ചോദ്യം പലരും ഉയർത്തി. എന്നാൽ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തന്നെ റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായത് സൈനിക വിദഗ്ധരെ കുഴപ്പിച്ചു. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട മിസൈൽ ട്രാക്കുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതായതോടെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം വിശദമായ പരിശോധന ആരംഭിച്ചു. ഇസ്രയേലിന്റെ പ്രമുഖ മാധ്യമങ്ങളായ N12, CAN എന്നിവർ നൽകുന്ന വിവരം അനുസരിച്ച് യഥാർത്ഥത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമിക നിഗമനം. പ്രതിരോധ സംവിധാനങ്ങളിൽ ഉണ്ടായ സാങ്കേതിക തകരാറോ തെറ്റായ വിവരങ്ങൾ വിശകലനം ചെയ്തതോ ആകാം ഈ പരിഭ്രാന്തിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പലപ്പോഴും ഇത്തരത്തിൽ വ്യാജ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ആകാശത്ത് കാണുന്ന പക്ഷിക്കൂട്ടങ്ങളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളോ റഡാറുകൾക്ക് മിസൈലുകളായി തെറ്റായി തോന്നാം. ഇതിനെ ഫോൾസ് ഡിറ്റക്ഷൻ എന്നാണ് സൈനിക ഭാഷയിൽ പറയുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഡാറുകളുടെ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിച്ചിട്ടുള്ളതും ഇത്തരം തെറ്റായ അലാമങ്ങൾ മുഴങ്ങാൻ കാരണമായിട്ടുണ്ടാകാം. എങ്കിലും ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇസ്രയേൽ പ്രതിരോധ സേന ഇതുവരെ നൽകിയിട്ടില്ല. ഡിമോണ ആണവ നിലയം ഇസ്രയേലിന്റെ സൈനിക ശക്തിയുടെ നട്ടെല്ലാണ്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ പോറലും മിഡിൽ ഈസ്റ്റിനെ മൊത്തം ബാധിക്കുന്ന വലിയൊരു ആണവ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അവിടെ മുഴങ്ങുന്ന ഓരോ സൈറണും അതീവ ഗൗരവത്തോടെയാണ് രാജ്യം കാണുന്നത്. മിസൈൽ ട്രാക്കുകൾ അപ്രത്യക്ഷമായെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ മേഖലയിൽ ഇപ്പോഴും നിരീക്ഷണം തുടരുകയാണ്. ഇറാന്റെ ഏതെങ്കിലും വിപുലമായ ഹാക്കിംഗ് നീക്കങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളെ തകിടം മറിക്കാൻ ശ്രമിച്ചോ എന്നതും അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. മേഖലയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിഴൽ യുദ്ധം ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തി നിൽക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾക്കെതിരെ ഇറാൻ പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ വേഗത്തിൽ വിശ്വസിക്കാൻ ഇസ്രയേൽ ജനത തയ്യാറായി. തെറ്റായ മുന്നറിയിപ്പുകൾ പോലും ജനങ്ങൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഒരു രാജ്യം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് ആകാശത്തേക്ക് നോക്കി നിന്ന നിമിഷങ്ങളായിരുന്നു അത്. മെത്തുലയിൽ തൊടുത്തുവിട്ട ഇന്റർസെപ്റ്റർ മിസൈലുകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്ന കാര്യത്തിൽ ഇസ്രയേൽ സേന കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മിസൈലുകൾ ആകാശത്ത് ലക്ഷ്യമില്ലാതെ പോയതാണോ അതോ ഏതെങ്കിലും ചെറിയ ഡ്രോണുകളെ തകർക്കാൻ വേണ്ടിയായിരുന്നോ എന്നത് വ്യക്തമല്ല. സാങ്കേതിക തകരാറാണ് കാരണമെങ്കിൽ അത് ഇസ്രയേലിന്റെ പ്രതിരോധ മികവിനെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറും. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമുള്ള രാജ്യം ഇത്തരം പാളിച്ചകൾ ഉണ്ടാക്കുന്നത് ഗൗരവകരമാണ്. ഇറാൻ ഈ സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രയേലിനുള്ളിൽ ഉണ്ടായ പരിഭ്രാന്തിയും സാങ്കേതിക തകരാറുകളും ഇറാന് തന്ത്രപരമായ മുൻതൂക്കം നൽകുന്ന ഒന്നാണ്. സൈനികമായ ആക്രമണം നടത്താതെ തന്നെ ശത്രു രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ പിരിമുറുക്കത്തിലാക്കാൻ ഇത്തരം സംഭവങ്ങൾക്ക് സാധിക്കും. ഇറാന്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള ഭീതി ഇസ്രായേലിന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുവെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ. വാർത്താ ചാനലുകൾ
മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വാർത്ത നൽകിയ രീതിയും ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെച്ചു. പലപ്പോഴും ഊഹാപോഹങ്ങൾ വസ്തുതകളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഡിമോണ തകർന്നു എന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ വരെ ചിലയിടങ്ങളിൽ പ്രചരിച്ചു. ഇത് അന്താരാഷ്ട്ര വിപണികളെയും എണ്ണവിലയെയും വരെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതിനാൽ തന്നെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള വ്യക്തമായ വാർത്തകൾക്കായി കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ബോധ്യപ്പെടുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സുരക്ഷാ ഉദ്യോഗസ്ഥരും സാഹചര്യം വിലയിരുത്തി വരികയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള യഥാർത്ഥ ആക്രമണമാണോ അതോ സൈബർ യുദ്ധത്തിന്റെ ഭാഗമായി സിസ്റ്റങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്ന കാര്യത്തിൽ വിശദമായ ലാബ് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒരേ സമയം പല സ്ഥലങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയത് വെറും സാങ്കേതിക തകരാർ മാത്രമായി കാണാൻ കഴിയില്ലെന്ന് ഒരു വിഭാഗം വിദഗ്ധർ വാദിക്കുന്നു. ഭീഷണി ഒഴിഞ്ഞുപോയെങ്കിലും ഇസ്രായേലിലെ ജനങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും ശാന്തരായിട്ടില്ല. ഡിമോണ പോലുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള ഇടങ്ങളിൽ ഇത്തരം സുരക്ഷാ പരാജയങ്ങൾ ഉണ്ടാകുന്നത് ജനങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും. അതിർത്തികളിൽ ശത്രുക്കൾ തക്കം പാർത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഒരു തെറ്റായ അലാം ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ പാഴാക്കാൻ ഇടയാക്കുന്നു. ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മിസൈൽ വന്നില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും അത്തരമൊരു ഭീതി ഉയരാനുണ്ടായ സാഹചര്യം മേഖലയെ അസ്ഥിരതയെ തുറന്നു കാട്ടുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു സജീവ അഗ്നിപർവ്വതമാണെന്ന് ഈ നിമിഷങ്ങൾ ലോകത്തെ ഓർമ്മിപ്പിച്ചു. നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ ഇല്ലാത്ത പക്ഷം ഇത്തരം സൈറണുകൾ ഇനിയും മുഴങ്ങിക്കൊണ്ടിരിക്കും. ഡിമോണയിലെ സൈറണുകൾ ഒരു മുന്നറിയിപ്പാണ്. അത് സാങ്കേതിക തകരാറാണെങ്കിൽ പോലും. ഒരു യഥാർത്ഥ യുദ്ധമുണ്ടായാൽ പശ്ചിമേഷ്യ നേരിടാൻ പോകുന്ന വിനാശത്തിന്റെ ഭയാനകമായ സൂചനയാണത്. മിസൈൽ ട്രാക്കുകൾ അപ്രത്യക്ഷമായിരിക്കാം, പക്ഷേ ഇസ്രായേലിന്റെ നെഞ്ചെടുപ്പ് ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണവും ജാഗ്രതയും തുടരാൻ തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തീരുമാനം. ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങളും ഡിമോണയിലെ മിസൈൽ ഭീതിയും കൂട്ടി വായിക്കുമ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എത്രമാത്രം സങ്കീർണമാണെന്ന് മനസ്സിലാക്കാം. സമാധാനം എന്നത് ആയുധങ്ങളുടെ നിഴലിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകളിൽ ഉണ്ടായ ഈ വിള്ളൽ അറിഞ്ഞോ അറിയാതെയോ ലോകരാജ്യങ്ങളെ വലിയൊരു ആശങ്കയിലേക്ക് തള്ളിവിട്ടു കഴിഞ്ഞു. സത്യം പുറത്തു വരുന്നതുവരെ ഈ അനിശ്ചിതത്വം തുടരുമെന്ന് ഉറപ്പാണ്.